24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അമ്മ രജനി മണിലാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ഒത്തുകളി. ആരോപണ വിധേയനായ ചാലക്കുടി DFO M വെങ്കടേശ്വരൻ തന്നെയാണ് പരാതി അന്വേഷിച്ചത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, ഒരു മോഷണക്കേസ്, ആ മോഷണം നടത്തിയ കള്ളനെ തന്നെ ഒന്ന് അന്വേഷിച്ച് പറയൂ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ കേസിൽ അതൊരു പുതുമയല്ല, ഈ കേസ് തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. സൂരജ്, ഈ കേസിന്റെ തുടക്കം മുതൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കാശ്മീർ ഇപ്പോഴും ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീതി എവിടെ നിന്ന് എങ്ങനെ ലഭ്യമാകും എന്ന് മാത്രം റൂബിനും റൂബിന്റെ കുടുംബത്തിനും അറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം, കുറ്റമറ്റ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ രജനി മണിലാൽ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതി അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ആരോപണ വിധേയനായിട്ടുള്ള ചാലക്കുടി DFOയാണ്. തുടർന്ന് ഈ DFO ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത് പ്രകാരം റൂബിൻ അവിടെ എത്തി ഈ റോഡിൽ വാഹനം ഇടിച്ചു കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച റൂബിൻ ഉൾവനത്തിലെത്തി എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ റോഡിൽ നിന്ന് ഈ ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപന്നി ഈ ഉൾവനത്തിലെത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള വിചിത്രവാദമാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ റൂബിനെതിരെ നേരത്തെയും ഒരു സമാനമായ ഒരു കള്ളക്കേസ് അത് ഈ അതിരപ്പള്ളി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ കേസിൽ നിർണായകമായ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ പുറത്തുവിട്ടതിനെ തുടർന്ന് അതിലൊരു പോലീസ് അന്വേഷണം വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ആ കേസിൽ പുനരന്വേഷണം നടക്കെ ഈ റിപ്പോർട്ടിൽ പോലും ആ കേസ് പരാമർശിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചയാളാണ് റൂബിൻ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു പുനരന്വേഷണം നടക്കുന്ന കേസ് വീണ്ടും ഇതിൽ പരാമർശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിമുടി ആരോപണ വിധേയനായ DFO തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേൽ സമർപ്പിക്കുന്ന ഒരു വിചിത്രമായ നടപടി അതാണ് ഇപ്പോൾ അതിരപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന കാശ്മീർ. ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ ഉടായ്പകളുടെ ഘോഷയാത്ര കാണുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ഉടായ്പ കൂടി എന്നേ പറയാനുള്ളൂ അക്കാര്യത്തിൽ.